Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പഴുത്ത ചക്ക വെച്ചിട്ട് ചക്കപ്പൊരിയാണ്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ചക്ക വെച്ചിട്ട് ചക്കപ്പൊരി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇങ്ങനെ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല പഴുത്ത ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ, അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വരിക്കച്ചക്കയാണ്. ചക്കച്ചുളയ്ക്ക് നല്ല കനമുള്ള ടൈപ്പ് ചക്കച്ചുളയാട്ടോ അത്. അപ്പോൾ ഇതുപോലെ ചക്കപ്പൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കനം കൂടിയ ചക്കച്ചുള എടുക്കുക കേട്ടോ. ചില ചക്കച്ചുളയ്ക്ക് അധികം കനം ഉണ്ടാവത്തില്ല, അങ്ങനത്തെ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതത്ര ശരിയാവത്തില്ല. അപ്പോൾ ഇതുപോലെ ഉള്ളത് എടുക്കുക. ഇനി ഈ ചക്ക മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കണം. ചക്കച്ചുള മുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറമെ കോട്ട് ചെയ്ത് വരണം. ആ ഒരു പരിവാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസാകാനും പാടില്ല, ഒരുപാട് തിക്കാകാനും പാടില്ല. ആ ഒരു ടെക്സ്റ്റാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചക്ക ഇട്ട് കഴിഞ്ഞാൽ ചക്കയുടെ പുറത്ത് ഈ ബാറ്റർ കോട്ട് ചെയ്ത് വരും. ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ചക്കയും പിന്നെ ആ ബാറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കച്ചുളയുടെ ഉള്ളിൽ നിന്ന് കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുരുവെല്ലാം കളഞ്ഞു. അതിൻ്റെ പുറമെയുള്ള ചകിണിയെല്ലാം കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കണം. ഇതുപോലെ നമ്മളൊരു ചുളേനെ 2ആക്കി എടുത്ത് വെച്ചാൽ മതി. 2ആക്കിയതിന് ശേഷം ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പഴംപൊരിയൊക്കെ കോട്ട് ചെയ്തെടുക്കണ പോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ വേണം കോട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചക്കച്ചുള ഇതിലേക്ക് മാവിലേക്ക് ചേർക്കണേണ്. ഒരുപാട് മാവാകണ്ട കേട്ടോ. ഒരു ഭയങ്കര കട്ടിയായിരിക്കും. നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ കോട്ട് ചെയ്ത് വരുന്ന പോലെ മതി. ഇതിപ്പോൾ ഇതുപോലെ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചക്കച്ചുള ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പരന്ന പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടത്തില്ല. ചക്ക ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. നമ്മൾ ചക്ക വേകാനൊന്നുമില്ലല്ലോ. ഇതിൻ്റെ പുറമേയുള്ള മാവ് മാത്രം ഒന്ന് വെന്തേച്ചാൽ മതി. ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിതുപോലെ ചക്കപ്പൊരി ഉണ്ടാക്കുമ്പോൾ വരിക്കച്ചക്ക തന്നെ വേണോട്ട് എടുക്കാനായിട്ട്. അതുപോലെ നല്ല കനമുള്ള ചുളയും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ കൂഴച്ചക്ക ആണെന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. ഇതുപോലെ അത് കൂഴച്ചക്ക കൂടുതൽ നമുക്ക് അട ഉണ്ടാക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇതുപോലെ ചക്കപ്പൊരി ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. ചക്ക ഞാൻ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് ആ കിളിങ്ങണ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല മുരുമുരാന്നാണ് വന്നേക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പൊരിയാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, വരിക്കച്ചക്ക തന്നെ ആയിരിക്കണം, നല്ല കനമുള്ള ചുളയും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ നല്ല ചക്കപ്പൊരി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റീസൺ കൂടെ ഒന്ന് പറയണോട്ടെ. എന്നാൽ മാത്രമല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്ത വീഡിയോയിൽ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്